പ്രൈസ് ദി ലോർഡ്. വിലാപങ്ങളുടെ പുസ്തകം 3-ാം അധ്യായം 22-ാം വാക്യം. നാം മുടിഞ്ഞു പോകാതിരിക്കുന്നത് യഹോവയുടെ ദയ ആകുന്നു, അവൻ്റെ കരുണ തീർന്നു പോയിട്ടില്ലല്ലോ. അത് രാവിലെ തോറും പുതിയതും അവൻ്റെ വിശ്വസ്തത വലിയതും ആകുന്നു. ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. വീണ്ടും ദൈവസന്നിധിയിൽ തിരുവചനത്തെ ധ്യാനിപ്പാൻ ഒരു പ്രഭാതം കൂടെ നമുക്ക് ദൈവം ദാനമായി തന്ന ദൈവത്തിൻ്റെ മഹാസ്നേഹത്തിനും വിശ്വസ്തതയ്ക്കുമായി ദൈവസന്നിധിയിൽ നന്ദിയുള്ളവരായിരിക്കാം. പെന്തക്കോസ്റ്റ് മെസ്സഞ്ചർ യൂട്യൂബ് ചാനലിൽ കൂടെ ദിവസവും പ്രഭാതത്തിൽ നൽകപ്പെടുന്ന പ്രഭാത സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ക്രിസ്തുയേശുവിൻ്റെ ധന്യനാമത്തിൽ വന്ദനം ചെയ്യുന്നു. ഒരു ദൈവദാസൻ്റെ സാക്ഷ്യം ഒരിക്കൽ കേട്ടത് ഓർമ്മ വരുന്നു. വടക്കേന്ത്യയിൽ ആസാമിൽ കൂടെ താൻ ഒരിക്കൽ യാത്ര ചെയ്യുകയായിരുന്നു. തന്നോടൊപ്പം തൻ്റെ ഭാര്യയും 2 കുഞ്ഞുങ്ങളുമുണ്ട്. അവർ രാത്രിയിൽ ഒരു മീറ്റിംഗ് കഴിഞ്ഞതിന് ശേഷം അത്യാവശ്യമായി ദൂരെയുള്ള ഒരു സ്ഥലത്തേക്ക് അവർക്ക് പോകണം. വാഹനം ഓടിച്ചു പോകുമ്പോൾ പെട്ടെന്ന് അപ്രതീക്ഷിതമായി എന്തോ വണ്ടിയുടെ ടയറിൽ തട്ടി കൺട്രോളിങ് പോയി ആ വാഹനം ഒരു കൊക്കയിലേക്ക് മറിഞ്ഞു. അപ്പോൾ അങ്ങനെ ഒരു വാഹനം അവിടെ മറിഞ്ഞു എന്ന് പെട്ടെന്ന് ആർക്കും മനസ്സിലാകാത്ത രീതിയിലുള്ള ഒരു വളവിലാണ് സംഭവിച്ചത്. അല്പസമയത്തിനുള്ളിൽ തണുപ്പുള്ള കാലമായിരുന്നതുകൊണ്ട് ആ വാഹനത്തിൻ്റെ മേലിലും അവരുടെ മേലും ഐസ് അങ്ങ് പൊതിഞ്ഞു. ഇനിയും അവിടെ നിന്നൊരു രക്ഷയില്ല എന്ന് അവർ മനസ്സിലാക്കി. പെട്ടെന്ന് അടിക്കടി വാഹനം പോകുന്ന ഒരു റോഡല്ല അത്, വളരെ വിജനമായ ഒരു സ്ഥലമാണ്. എങ്കിലും അവർ ദൈവത്തിൽ പ്രത്യാശ വെച്ചു. അവരുടെ മനസ്സിൽ ഈ വചനം ഓർമ്മ വന്നു, രാവിലെ തോറും അവൻ്റെ ദയ പുതിയതാകുന്നല്ലോ. അങ്ങനെയെങ്കിൽ കർത്താവേ, ഞങ്ങൾ മുടിഞ്ഞു പോകാതിരിക്കത്തക്കവണ്ണം നിൻ്റെ ദയ ഞങ്ങളെ കാണുമാറാക്കണം എന്ന് ആ മാതാപിതാക്കൾ ആ കുഞ്ഞുങ്ങളെയും കരത്തിലേന്തിക്കൊണ്ട് പ്രാർത്ഥിക്കുകയുണ്ടായി. വാഹനത്തിൻ്റെ ഉള്ളിൽ കുടുങ്ങിക്കിടക്കുന്നവരെ രക്ഷിക്കുവാൻ ആരും രാത്രി മുഴുവനും വന്നില്ല. ആരുടെയും ദൃഷ്ടിയിൽ അത് പെട്ടുമില്ല. എന്നാൽ ഇവർ ദൈവസന്നിധിയിൽ ഒരവസാനമായി അവരുടെ ജീവിതത്തെ ആ രംഗം അവർ കണ്ടുകൊണ്ട് ദൈവസന്നിധിയിൽ അവരെ തന്നെ ഏൽപ്പിച്ചു. അവർ സ്വയം ഏറ്റുപറഞ്ഞു, നാം മുടിഞ്ഞു പോകാതിരിക്കുന്നത് ദൈവത്തിൻ്റെ ദയയാകുന്നു. അതിനുശേഷം ഈ വചനം അവരുടെ ഹൃദയത്തിൽ പറഞ്ഞു, രാവിലെ തോറും അവൻ്റെ ദയ പുതിയതാകുന്നു. ദൈവം തീർച്ചയായിട്ടും ഒരു ദയ നമുക്ക് വേണ്ടി ഒരുക്കും. ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. ഏതാണ്ട് പ്രഭാത സമയത്ത് 6 മണിയോടടുത്ത് ആ സഹോദരൻ്റെ കരങ്ങൾ വാഹനത്തിന് വെളിയിലിട്ടും കൊണ്ട്, മറിഞ്ഞു കിടക്കുന്ന വാഹനത്തിന് വെളിയിലിട്ടും കൊണ്ട് ഐസിന് മേളിൽ കൂടെ താൻ കരങ്ങൾ ഇങ്ങനെ ചലിപ്പിച്ചു കൊണ്ടിരുന്നു. ഭാഗ്യവശാൽ ഒരു വാഹനം അതിൽ കൂടെ പോയപ്പോൾ അവർ അത് കണ്ടു. പെട്ടെന്ന് വാഹനം നിർത്തി പലരെയും അവർ തന്നെ വിളിച്ചു കൊണ്ടുവന്നു. ചില മണിക്കൂറുകൾക്കകം ആ കുഴിയിൽ നിന്ന് ആ കുടുംബത്തെ രക്ഷിക്കുകയുണ്ടായി. അങ്ങനെ ഒരു രക്ഷ അവർക്ക് കടന്നു വരുന്നിടം വരെ ആ കുഞ്ഞുങ്ങളെ സർവശക്തനായ ദൈവം ജീവനോടെ വെച്ചു. നോക്കൂ, ദൈവത്തിൻ്റെ ദയ എത്ര വലുതാകുന്നു. ഭക്തന്മാർക്ക് പരീക്ഷ ധാരാളം ഉണ്ടാകും. അതേ അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിൽ നാം വായിക്കുന്നു, ഞാൻ അവൻ്റെ കോപത്തിൻ്റെ വടികൊണ്ട് കഷ്ടം കണ്ട പുരുഷനാകുന്നു. അവൻ എന്നെ വെളിച്ചത്തിലല്ല ഇരുട്ടിലത്രേ നടത്തിക്കൊണ്ട് പോന്നിരിക്കുന്നത്. എങ്കിലും ഇത് ഞാൻ ഓർക്കും, അതുകൊണ്ട് ഞാൻ പ്രത്യാശിക്കും. എന്താണ് ഓർക്കുന്നതെന്നറിയാമോ? രാവിലെ തോറും അവൻ്റെ ദയ പുതിയതാണ്. ഒരു പുതിയ ദയ നമ്മെ തേടി വരും എന്ന് ആ ദൈവദാസൻ ഓർത്തതുപോലെ, പ്രിയരെ, നമ്മുടെ ജീവിതത്തിലും അനേക സംഭവങ്ങൾ ഒരുപക്ഷെങ്കിൽ നമുക്ക് എടുത്തു പറയുവാനുണ്ട്.
ഇല്ലാതായി പോകുവാനുള്ള സാഹചര്യം നമ്മുടെ മുൻപിൽ ധാരാളം ഉണ്ടായിരുന്നു. ഇവിടെ പ്രവാചകനായ യിരെമ്യാവ് പറയുകയാണ്, മുടിഞ്ഞു പോകേണ്ടതായ സന്ദർഭങ്ങൾ മാത്രമേ കൂടുതലായിട്ടുള്ളൂ. ഉയർന്നു വരുവാനുള്ള സാഹചര്യങ്ങൾ വളരെ വളരെ കുറവായിരുന്നു. ഉയർന്നു വരുവാനുള്ള സാഹചര്യങ്ങൾ പലതുണ്ടായിട്ടും ആ ഉയർച്ചയെ കാണാൻ കഴിയാതെ എൻ്റെ ജീവിതത്തിൽ താഴ്ചയിലേക്ക് താണുപോകാൻ അനേക സാഹചര്യങ്ങൾ ഞാൻ തന്നെ പല കുഴികൾ കുഴിച്ചു. അറിയാതെ, അറിവില്ലായ്മയുടെ കാലം. എന്നാൽ ഉന്നതനായ ദൈവം നമ്മളിൽ ദയ തോന്നിയപ്പോൾ, അവൻ്റെ സ്നേഹം കൊണ്ട് നമ്മെ നിറച്ചപ്പോൾ, നമ്മെ മാത്രമല്ല നമ്മുടെ കുടുംബത്തെയും രക്ഷിക്കുവാൻ ദൈവത്തിന് പ്രസാദമായി. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. കർത്താവായ യേശുവിൽ വിശ്വസിക്കുക, എന്നാൽ നീയും നിൻ്റെ കുടുംബവും രക്ഷ പ്രാപിക്കും എന്ന വചനം പലപ്പോഴും ഒരു പേഴ്സണൽ സാൽവേഷൻ മാത്രമല്ല, ഒരു ഫാമിലി സാൽവേഷനായി നമ്മുടെ ജീവിതത്തിൽ അത് സംഭവിക്കുമാറ് ദൈവത്തിൻ്റെ കരുണ പലപ്പോഴും നമ്മുടെ കുടുംബത്തോട് ചേർന്ന് വരികയുണ്ടായി. നോക്കൂ, നമ്മുടെ കുഞ്ഞുങ്ങളെ നോക്കൂ. തകർന്നു പോകാവുന്ന സാഹചര്യങ്ങൾ പലതുണ്ടായിരുന്നു. പലരും തകർന്നു പോയ സാഹചര്യങ്ങളും ഉണ്ടായി. എങ്കിലും നമ്മിൽ ദൈവത്തിൻ്റെ സ്നേഹത്തെക്കുറിച്ചും ദൈവം നമ്മിൽ വെച്ചിട്ടുള്ളതായ ദയയെക്കുറിച്ചുമുള്ളതായ വാസ്തവമായ ഒരു കാഴ്ചപ്പാടും ദർശനവും നമ്മുടെ ജീവിതത്തിൽ ഉരുത്തിരിയുമ്പോൾ വന്നുപോയിട്ടുള്ള സകല താഴ്ചകളിൽ നിന്നും സർവശക്തനായ ദൈവം അന്ധകാരത്തിൻ്റെ ആ സ്ഥിതിയിൽ നിന്നും നമ്മെ മാറ്റി പ്രകാശത്തിങ്കിലേക്ക് കൊണ്ടുവരുന്നു. ദൈവത്തിന് സ്തോത്രം. അപ്പോസ്തലനായ പത്രോസ് സഭയോട് പറയുമ്പോൾ അവരോട് പറയുകയാണ്, നിങ്ങളോ അന്ധകാരത്തിൽ നിന്ന് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഒരു കാലത്ത് അന്ധകാരത്തിലായിരുന്നു, ഇരുട്ടിലായിരുന്നു, പ്രകാശം എന്തെന്ന് പോലും തിരിച്ചറിയാത്തവർ, പ്രകാശമെന്ന് പേരിടാൻ അറിയാത്തവർ, പ്രകാശത്തെ അല്ലെങ്കിൽ നാമം കൊണ്ട് വിളിക്കാൻ അറിയാത്തവർ. പത്രോസ് പറയുകയാണ്, നിങ്ങളോ അന്ധകാരത്തിൽ നിന്ന് തൻ്റെ അത്ഭുത പ്രകാശത്തിങ്കിലേക്ക്. അപ്പോൾ ഇങ്ങനെ അന്ധകാരത്തിലിരുന്ന ഒരു കൂട്ടം ജനങ്ങളെ വെളിച്ചത്തിലേക്ക് കൊണ്ടുവരുവാൻ ദൈവത്തിന് അത്ഭുതകരമായ ഒരു പ്രകാശം സൃഷ്ടിക്കേണ്ടതായിട്ട് വന്നു. പവർഫുൾ ലൈറ്റ്. ഇങ്ങനെ അത്ഭുതകരമായ, മനുഷ്യരുടെ ദൃഷ്ടിയിൽ അത്ഭുതകരമായ ഒരു പ്രകാശത്തിൻ്റെ രശ്മികൾ നമ്മളിൽ പതിച്ചതുകൊണ്ടാണ് നാം തകർന്നു പോയിടത്തു നിന്ന് നമ്മെ ദൈവം കാണുമാറാക്കി, പ്രകാശിക്കുമാറാക്കി, വിടുതലും ആ ബന്ധനത്തിൽ നിന്നുള്ളതായ ഒരു വിടുതൽ തന്ന് നമ്മെ പ്രകാശധാരയിലേക്ക് കൊണ്ടുവന്നത്. എങ്ങനെയുള്ള പ്രകാശധാരയാണെന്നറിയാം? ഏത് മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന സത്യവെളിച്ചം. പ്രൈസ് ദി ലോർഡ്. അത് മുഖം നോക്കാതെയും മനുഷ്യരുടെ ജാതി നോക്കാതെയും ഭാഷ നോക്കാതെയും യോഗ്യത നോക്കാതെയും ഏത് മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന സത്യവെളിച്ചം. സത്യവെളിച്ചത്തിന് അങ്ങനെ ഒരു ഗുണമുണ്ട്. സത്യമല്ലാത്ത വെളിച്ചം താൽക്കാലികമാണ്. ആ സത്യമല്ലാത്ത വെളിച്ചത്തിന് എല്ലാവരെയും പ്രകാശിപ്പിക്കാൻ കഴിയുകയില്ല. മുഖം നോക്കി മാത്രമേ പ്രകാശിപ്പിക്കുകയുള്ളൂ. എന്നാൽ ദൈവത്തിൽ നിന്ന് വരുന്നതായ ഉദിക്കപ്പെട്ടതായ പ്രകാശം അവൻ ഒരു യോഗ്യതയും നോക്കാതെ തന്നിൽ വിശ്വസിക്കുന്നവരെ പ്രകാശിപ്പിക്കുന്നതിനായി ഏത് മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന സത്യവെളിച്ചം ഈ ലോകത്തിൽ വന്നുകൊണ്ടിരുന്നു. അങ്ങനെ ഇരുട്ടിൽ കൂടെ സഞ്ചരിച്ചതായ ഒരു കൂട്ടം ജനം പ്രകാശത്തിലേക്ക് വരികയുണ്ടായി. ആ പ്രകാശം കണ്ട ദൈവമക്കളാണ് നാം ഓരോരുത്തരും. അതുകൊണ്ടാണ് ഈ പ്രഭാതത്തിൽ നാം ദൈവത്തിൻ്റെ വചനം കേൾക്കുന്നത്. നോക്കൂ പ്രിയരെ, ദൈവത്തിൻ്റെ വചനം ഈ പ്രഭാതത്തിൽ നമുക്ക് തരുന്നതായ ആ സത്യസന്ദേശം രാവിലെ തോറും അവൻ്റെ ദയ പുതിയതാകുന്നു. ഒരു പക്ഷെങ്കിൽ രാവ് മുഴുവനും അന്ധകാരത്തിൻ്റെ ശക്തികൾ നിന്നെയും നിൻ്റെ കുടുംബത്തെയും നിൻ്റെ കുഞ്ഞുങ്ങളിലും വ്യാപരിച്ചുകൊണ്ട് ഇനിയും നിന്നെ ജീവനോടെ വയ്ക്കുകയില്ല. ജീവനിൽ വാഴുവാൻ ഇനിയും നിന്നെ കൊണ്ട് സാധിക്കുകയില്ല. ദൈവത്തിൻ്റെ ദയ തീർന്നുപോയി. പലപ്പോഴും ദൈവം നിന്നോട് ദയ കാണിച്ചെങ്കിലും
ആ ദയയെ ഉൾക്കൊള്ളുവാനും ഏറ്റെടുക്കുവാനും നിനക്ക് സാധിക്കാഞ്ഞതുകൊണ്ട് അവൻ ദയയും വിശ്വസ്തതയും തിരിച്ചെടുത്തിരിക്കുന്നു എന്ന് വ്യാജ സന്ദേശം നിന്നോട് പറഞ്ഞ് നിന്റെ പ്രത്യാശയെ നഷ്ടപ്പെടുത്തിയിട്ടുള്ള സമയങ്ങളൊക്കെ കാണുമായിരിക്കാം. പ്രവാചകൻ ഇവിടെ പറയുന്നു, ഇത് ഞാൻ ഓർക്കും, അതുകൊണ്ട് ഞാൻ പ്രത്യാശിക്കും. എന്തെന്നാൽ നാം മുടിഞ്ഞു പോകാതിരിക്കുന്നത് ദൈവത്തിൻ്റെ ദയയാലാകും. ഇന്ന് നിങ്ങൾ ഈ ശബ്ദം കേൾക്കുന്നത് ദൈവത്തിൻ്റെ ദയ കൊണ്ടാകും. ദൈവത്തിൻ്റെ കരുണ നിങ്ങളുടെ മേലുള്ളത് കൊണ്ടാകുന്നു. നിങ്ങൾക്ക് കേൾവി ശബ്ദം തന്നു. ദൈവത്തിൻ്റെ വചനത്തെ തിരിച്ചറിയുവാനുള്ള കഴിവ് തന്നു. ദൈവവചനം കേൾക്കണമെന്നുള്ള ഒരു ആഗ്രഹം നിങ്ങളുടെ മനസ്സിൽ കൊണ്ടുവന്നു. കാരണം നിങ്ങൾക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്ന ഒരു പ്രകാശത്തിൻ്റെ ധാര നിന്റെ മേൽ വീശുന്നത് കൊണ്ട് ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. ഒരു പ്രാവശ്യം കൂടെ നമ്മുടെ ഹൃദയത്തെ ഒന്ന് ശോധന ചെയ്യുമ്പോൾ നമ്മുടെ ജീവിതത്തിലുള്ള കഴിഞ്ഞ കാലങ്ങളിലൊക്കെയും നാം കടന്നുപോയിട്ടുള്ളതായ ആ വലിയ പ്രയാസഘട്ടങ്ങളെ നമ്മളൊന്ന് ചിന്തിച്ച് നോക്കിയാൽ അവനെന്നെ പ്രകാശത്തിലല്ല ഇരുട്ടിലെത്രയെ നടത്തിക്കൊണ്ട് വന്നത്. അവൻ്റെ കോപത്തിൻ്റെ വടി കൊണ്ടുള്ളതായ കഷ്ടതയിൽ കൂടെ ഞാൻ അനുഭവിച്ച് വളർന്നവനായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ദൈവം നമ്മെ മുഴുവനായി മുടിച്ചു കളയാതെ നമ്മെയും നമ്മുടെ കുടുംബത്തെയും കുഞ്ഞുങ്ങളെയും ജീവനോടെ രക്ഷിച്ചു. ജീവനുള്ളവരുടെ ദേശത്ത് ജീവൻ്റെ അവകാശികളാക്കി വെച്ചു. എന്തുകൊണ്ടെന്നാൽ നാം ഇനിയെങ്കിലും ദൈവത്തിൻ്റെ മുഖപ്രകാശം കണ്ട് അവൻ്റെ മുഖപ്രകാശത്തെ അന്വേഷിക്കും. അവൻ്റെ നാമത്തെ നാം അറിയും. അവൻ്റെ നാമത്തെ സ്തുതിക്കുന്നവരാകും. അവനോട് നന്ദിയുള്ളവരാകും. അവൻ്റെ ജനമായി തീരുവാനും അവൻ നമ്മിൽ ഊറ്റിയതായ പ്രകാശത്തെക്കുറിച്ച് ഒരു ജ്ഞാനമുള്ളവരായി അവന് സ്തുതി കരേറ്റുന്ന ജനമായി മാറുമെന്ന് ദൈവം പ്രത്യാശിക്കുന്നു. ആ പ്രത്യാശയെ നമ്മുടെ ജീവിതത്തിൽ അനുഭവിച്ചറിയുവാൻ, നമ്മുടെ കുടുംബങ്ങളിൽ അനുഭവിച്ചറിയുവാൻ ഈ നാളുകളിൽ ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ. അന്ധകാരത്തിൻ്റെ ശക്തികൾ നമ്മളിൽ നിന്ന് മാറിപ്പോകുമ്പോൾ ആ പ്രഭാതത്തിലെ ആ പ്രഭാത സൂര്യൻ്റെ ആ കിരണങ്ങൾ, ആ രശ്മികൾ നമ്മുടെ ജീവിതത്തിലേക്ക് പതിയുമ്പോൾ നമ്മുടെ കരങ്ങൾ ചലിക്കും. നമ്മുടെ ജീവനിലേക്ക് തിരിച്ചു വരുവാനുള്ള ഒരു മാടിവിളിയായി ദൈവം അതിനെ കണക്കാക്കും. അനേക സ്നേഹഹസ്തങ്ങളെ, സഹായഹസ്തങ്ങളെ, നാം പ്രതീക്ഷിക്കാത്ത വ്യക്തികളെ സഹായത്തിനായി പിടിച്ചുയർത്തുന്നതിന് വേണ്ടി ദൈവം അയക്കും. ദൈവത്തിന് നമ്മോട് കരുണയുണ്ടെങ്കിൽ ദൈവം നമ്മുടെ അധമമായ സ്ഥിതിയിൽ നിന്ന് ദൈവം നമ്മെ ഉയർത്തി അവൻ്റെ ഹിതം പോലെ അവൻ്റെ ഹിതത്തെ തിരിച്ചറിയുന്ന ഒരു കൂട്ടം മനുഷ്യരായി ഈ ലോകത്തിൽ ശോഭിക്കേണ്ടതിന്, അനേകർക്ക് വെളിച്ചമായി തീരേണ്ടതിന് അവൻ നമ്മെ ഉപയോഗിക്കും. അങ്ങനെ ഏത് മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന സത്യവെളിച്ചത്തിൻ്റെ ആ പ്രകാശധാരയിൽ വസിക്കുന്ന ദൈവമക്കളായി തീരുവാൻ തക്കവണ്ണം ഈ പ്രഭാതം ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ. നാം മുടിഞ്ഞു പോകാതിരിക്കുന്നത് ദൈവത്തിൻ്റെ ദയയാകുന്നു. അവൻ്റെ കൃപയെ, ദയയെ ഈ പ്രഭാതത്തിലും അനുഭവിപ്പാൻ ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ. God bless you.